വലതുപക്ഷ കേന്ദ്രങ്ങൾ വല്ലാത്ത വിഷമത്തിലാണെന്ന് മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വലതുപക്ഷ മാധ്യമങ്ങൾ ഒരാളുടെ കോൺഗ്രസ് പ്രവേശനം മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് അത്ര വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കപ്പെടുന്നുവെന്നും എന്തോ ചില പ്രശ്നങ്ങൾ വലതുപക്ഷ കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ചുമരെഴുത്ത് കൃത്യമായി മനസ്സിലാക്കിയ വലതുപക്ഷ കേന്ദ്രങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് എന്നത് ഇന്നത്തെ വാർത്തകളും മറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ന് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരാളുടെ കോൺഗ്രസ്സിലേക്കുള്ള പ്രവേശനമാണ്. വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അത്ര വലിയ മഹത്വവൽക്കരണം നടക്കുന്നത്? അത് എന്തോ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ വലതുപക്ഷ ക്യാമ്പിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ വലിയ തോതിലുള്ള ഇടപെടലിന് കാരണമായി മാറുന്നത്. സിജു കണ്ണൻ ചേരുന്നു. സിജു, എന്തോ വലിയ മഹത്തായ കാര്യം തങ്ങൾ സാധിച്ചെടുത്തു എന്ന മട്ടിലുള്ള UDF കേന്ദ്രങ്ങളുടെ പ്രചരണങ്ങളെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. ഷമി, വളരെ ആവേശകരമായ രീതിയിലേക്ക് പാലക്കാട് LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തി നിൽക്കുകയാണ്. വലിയ ആവേശമാണ് മുഖ്യമന്ത്രി എത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് കണ്ണാടി പഞ്ചായത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുയോഗം നടന്നത്. കേരളത്തിൽ LDF സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി സംസാരിച്ചു. 1.25 മണിക്കൂർ നീണ്ട പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണാടിയിലേക്ക് എത്തിച്ചേർന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. പാലക്കാട്ടെ ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു, അതാണ് പ്രകടമാകുന്നത്. ഇത് വമ്പിച്ച തോതിൽ വലതുപക്ഷ ക്യാമ്പിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വലതുപക്ഷ കേന്ദ്രങ്ങൾ വല്ലാതെ വിഷമത്തിലാണെന്ന് ഇന്നത്തെ ഒരു പ്രചാരണം കണ്ടാൽ മനസ്സിലാക്കും. ഒരാൾ കോൺഗ്രസിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് അതിനെ മഹത്വവൽക്കരിക്കാൻ വലിയ രീതിയിൽ ആ ശ്രമം നടക്കുന്നു. എന്തുകൊണ്ട് അത്ര വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കുന്നു എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. എന്തോ ചില പ്രശ്നങ്ങൾ വലതുപക്ഷ ക്യാമ്പിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മഹത്വവൽക്കരണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിലേക്ക് എത്തിയ ആൾ പാണക്കാട് തങ്ങളെ കാണാൻ പോയി. ഈ സമയത്ത് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് തൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം തൊട്ടു പിന്നാലെ വന്ന ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വലിയ സഹായം ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. അത് മതനിരപേക്ഷ വിശ്വാസികൾ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ അണികളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധവുമായി നിന്നു. അന്ന് എല്ലാവരും ബഹുമാനിപ്പിക്കുന്ന ഒരാളായിരുന്നു പാണക്കാട് തങ്ങൾ. ഇന്നത്തെ പാണക്കാട്ടെ തങ്ങളെ പോലെ ഇന്നത്തെ പാണക്കാട്ടെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ എല്ലാവരും ബഹുമാനിക്കുന്ന പാണക്കാട് തങ്ങൾ ലീഗ് അണികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒറ്റപ്പാലത്ത് യോഗം വിളിച്ചു ചേർത്തെങ്കിലും ശക്തമായ അമർഷവും പ്രതിഷേധവും അണികൾക്കിടയിൽ ഉണ്ടാവുകയും യോഗം നടക്കാതെ പോവുകയും ചെയ്ത സാഹചര്യമുണ്ടായി. നിലവിൽ ഈ പാലക്കാട്ടെ സാഹചര്യം അതേ നിലയിലേക്കാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഈ കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്ന വ്യക്തി മുമ്പ് നടത്തിയ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ രീതികളും എല്ലാം തന്നെ ലീഗ് അണികൾക്കും അതോടൊപ്പം തന്നെ മതനിരപേക്ഷ വിശ്വാസികൾക്കും എല്ലാം തന്നെ കൃത്യമായി അറിയാവുന്നതാണ്. ആ അമർഷവും പ്രതിഷേധവും ഇല്ലാതാക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഇത് വിലപ്പോവില്ല എന്നാണ്, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പാലക്കാട് ഉയരുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. BD
സതീശൻ അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയുന്നത് പോലുള്ള പ്രയോഗമാണ് നടത്തുന്നത്. ഏതെങ്കിലും പദവി കൊടുക്കാം എന്ന് പറഞ്ഞല്ല അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. നിലവിലുള്ള അവസരവാദ രാഷ്ട്രീയ നിലപാട് കൊണ്ട് നിലവിലുള്ള അന്തരീക്ഷം തകർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കേന്ദ്രം കേരളത്തിനെതിരെ തുടരുന്ന അവഗണനയെല്ലാം തന്നെ വളരെ വിശദമായി വിശദീകരിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നു, വലിയ കാര്യമാണ്. പക്ഷേ സാമ്പത്തികമായ ഒരു സഹായം കേരളം പ്രതീക്ഷിച്ചെങ്കിലും അത് ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രധാനമന്ത്രി വന്ന ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ചിത്രം ലോകത്തിന് മുന്നിലെത്തിയെങ്കിലും ഒരു തരത്തിലുള്ള സഹായവും കേരളത്തിന് ലഭിച്ചില്ല. ശക്തമായി കേന്ദ്രത്തിൽ നിന്ന് സഹായം ആവശ്യപ്പെടും. പക്ഷേ സഹായം ലഭിക്കാതെ കേരളത്തിൻ്റെ പുനരധിവാസ പ്രവർത്തനം, വയനാടിൻ്റെ പുനരധിവാസ പ്രവർത്തനം തടയാമെന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ അത് നടക്കില്ല. കൃത്യമായി ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ 8.5 വർഷം കൊണ്ട് കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. ആ വികസനത്തിന്റെ ഭാഗമായി പാലക്കാടിന് എത്താൻ സാധിച്ചിട്ടില്ല. പാലക്കാടിന് നിന്ന് പി സെരിനെ വിജയിപ്പിച്ചുകൊണ്ട് ആ വികസന പ്രവർത്തനത്തിന്റെ ഗുണം പാലക്കാടിന് കൂടി ലഭ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഡോക്ടർ പി സെരിനെ വിജയിച്ച് അയക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് 2 പൊതുയോഗങ്ങൾ കൂടിയുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ഒലവക്കോട്, അതിനുശേഷം 6 മണിക്ക് സുൽത്താൻ ബേട്ടും പൊതുയോഗം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വരവോടുകൂടി വലിയ ആവേശത്തിലാണ് LDF ക്യാമ്പുള്ളത്. നാളെ കൊട്ടിക്കലാശത്തിന് മുമ്പായി ആ ആവേശം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ദൃശ്യമാകാൻ സാധിക്കുന്നുണ്ട്. കണ്ണാടിയിൽ നടന്ന ഈ പൊതുയോഗത്തിലേക്ക് ആയിരങ്ങളാണ് വിവിധ മേഖലകളിൽ ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ പാലക്കാടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.